തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നാഗർകോവിലിൽ പ്രധാനമന്ത്രി ഇന്ന് റോഡ് ഷോ നടത്തും. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുന്ന നരേന്ദ്രമോദി ഹെലികോപ്റ്ററിലാണ് നാഗർകോവിലിലേക്ക് പോകുന്നത്. അതേസമയം മണ്ഡല പുനർനിർണയ നീക്കത്തിൽ മോദിക്കെതിരെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ശക്തമായി പ്രതികരിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് റോഡ് ഷോ എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. സ്റ്റാലിൻ ഇന്ന് ധർമ്മപുരി, സേലം ജില്ലകളിൽ പര്യടനം നടത്തും. സെയ്ഫ് സൈനുലാബിദ്ദീനാണ് ചേരുന്നത്. സെയ്ഫ്, കഴിഞ്ഞ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേള നമ്മൾ കണ്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ BJPയുടെ പ്രചാരം കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നരേന്ദ്രമോദി ഒരുപാട് റാലികളിൽ പങ്കെടുക്കുകയും വലിയ ജനക്കൂട്ടം ആ റാലികളിലൊക്കെ സംബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതൊന്നും പ്രതിഫലിക്കുകയേ ചെയ്തിട്ടില്ല. ഇത്തവണ എന്തെങ്കിലും പുതിയ തന്ത്രം BJP തമിഴ്നാട്ടിൽ പയറ്റുന്നുണ്ടോ? BJP കൂടുതൽ സീറ്റ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ അവിടെ നടത്തിയിരുന്നു നൗഫൽ. കാരണം ഇതിന്റെ സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട് അണ്ണാ DMK നേതാക്കളുമായി ചർച്ച നടത്തുമ്പോഴും അവിടെ കൂടുതൽ സീറ്റ് 27 സീറ്റിലാണ് BJP നിലവിൽ മത്സരിക്കുന്നത്. അതിൽ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. അണ്ണാമലൈ, മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ, അദ്ദേഹം മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് തോന്നിയ ഒരു സീറ്റ് അണ്ണാ DMKയോട് ആവശ്യപ്പെട്ടു, എടപ്പാടി പളനിസ്വാമിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം ആ സീറ്റ് നൽകാൻ തയ്യാറായില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം മത്സരരംഗത്തില്ല. അദ്ദേഹമാണ് പ്രചരണത്തിന് മുൻനിരയിലുള്ളത് എങ്കിൽ പോലും അദ്ദേഹം മത്സരത്തിലില്ല. ഇത്തവണയും വലിയ അട്ടിമറിയൊന്നും ആ സഖ്യം കൊണ്ട് നടക്കും എന്ന് കരുതുന്നില്ല. ഏതാണ്ട് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് DMK ഇപ്പോൾ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്നിപ്പോൾ പ്രചരണം കൊഴുപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചേരും. 1 മണിക്കൂർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം വിശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം 3:30 ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ മുഖേനയാണ് നാഗർകോവിലേക്ക് പോകുന്നത്. നാഗർകോവിലെ ഹെലിപ്പാഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ റോഡ് ഷോ 4:15 ആരംഭിക്കും. വെച്ചിമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പര്യടനം നടക്കുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് 5:30 വരെ അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുകയും 6 മണിയോടുകൂടി തിരുവനന്തപുരത്ത് തിരിച്ചെത്തി ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യും. ഇന്നലെ സ്റ്റാലിൻ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കാത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു മറുപടി സ്റ്റാലിൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനപ്പുറം പൊതുപരിപാടികളൊന്നും, പൊതുപ്രസംഗം അടക്കമുള്ള പരിപാടികളൊന്നും തന്നെ പ്രധാനമന്ത്രിയുടെ പരിപാടികളിൽ നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാഗർകോവിൽ വൈകിട്ട് 3 മണി മുതൽ രാത്രി 7 മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ജനക്കൂട്ടം പ്രധാനമന്ത്രിയാണ്ട് 1.25 മണിക്കൂർ റോഡ് ഷോ നടത്തുമ്പോൾ ആ നാഗർകോവിൽ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ തന്നെ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ, കന്യാകുമാരി അടക്കമുള്ള ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ തന്നെ BJPയുടെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് എടപ്പാടി പളനിസ്വാമി ഒരുപക്ഷെ അവിടെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ആ പ്രചരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. ഇനി 6 ദിവസം മാത്രമാണ് പരസ്യ പ്രചരണത്തിന് തമിഴ്നാട്ടിൽ. അപ്പോഴും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്നലെ സ്റ്റാലിൻ പൊട്ടിത്തെറിച്ച ദിവസമാണ്. അതായത് മണ്ഡല പുനർനിർണയത്തിനെതിരെ സ്റ്റാലിൻ വലിയ വിമർശനം കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. നടക്കില്ല തമിഴ്നാട്ടിൽ മണ്ഡല പുനർനിർണയം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് തൊട്ടടുത്ത ദിവസമാണ് പ്രധാനമന്ത്രി തമിഴ്നാട് എത്തുന്നത്. നമ്മൾ നേരത്തെ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രിക്കെതിരെ കറുത്ത ബലൂണുകൾ ഉയർത്തിക്കൊണ്ടൊക്കെ പ്രതിഷേധം രേഖപ്പെടുത്തിയ കാഴ്ചകളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വല്ല പ്രതിഷേധവും ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രതിഷേധ സാധ്യതകൾ പോലീസ് തള്ളിക്കളയുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് കനത്ത സുരക്ഷ തന്നെ നാഗർകോവിൽ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി വന്നിറങ്ങുന്ന തിരുവനന്തപുരത്ത് വലിയ സുരക്ഷയുണ്ട്. അതിനേക്കാൾ ഏറെ സുരക്ഷ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പോകുന്ന വഴികളിൽ ഹെലിപ്പാഡ് മുതൽ അതുപോലെ തന്നെ ഈ റോഡ് ഷോ നടക്കുന്ന 1.25 മണിക്കൂർ റോഡ് ഷോ നടക്കുന്ന ഈ മേഖലകളിലെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം, കേന്ദ്രസേന അടക്കമുള്ള പോലീസ് സന്നാഹം ഉണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരുപക്ഷെ ഉയർന്നു വന്നാലോ, DMKയുടെ ഭാഗത്ത് നിന്ന്, അവരുടെ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നാലോ എന്ന് കണക്കിലാക്കിക്കൊണ്ടാണ് അങ്ങനെ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്തിന് പോകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. എന്തായാലും ഇന്ന് സ്റ്റാലിൻ വൈകുന്നേരം പ്രചരണം നടത്തുന്നത്, വൈകിട്ട് 4 മണിയോടുകൂടി അദ്ദേഹം സേലം ജില്ലയിൽ അദ്ദേഹം പ്രചരണത്തിന് വേണ്ടി എത്തുന്നത്. ഒരുപക്ഷെ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്ന സമയത്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗവും ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ വിമർശനങ്ങൾ ഇന്ന് കുറച്ചുകൂടി കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. TVKയുടെ നേതാവ് വിജയ് ഇന്ന് 3 ഇടങ്ങളിൽ, ചെന്നൈയിലെ 3 ഇടങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പര്യടനം നടക്കുന്നത്. TVKയുടെ ജനറൽ സെക്രട്ടറിയായി N ആനന്ദ് മത്സരിക്കുന്ന T നഗർ, 1000 ലൈറ്റ്സ്, അതുപോലെ തന്നെ എഗ്മോർ എന്നീ 3 മേഖലകളിൽ അദ്ദേഹം പ്രചരണം നയിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അടുത്ത ദിവസം പ്രചരണത്തിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ സ്റ്റാലിൻ പറഞ്ഞതിന്റെ തുടർച്ച അദ്ദേഹം പറയുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നതാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ വിമർശനങ്ങളിലേക്ക് തമിഴ്നാട് കൂടുതൽ കടക്കുന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ. നൗഫൽ, തമിഴ്നാട്ടിൽ പ്രചാരണം കൊടുമ്പിരി കൊള്ളുകയാണ്.